പിന്നിലൂടെ മടങ്ങിപ്പോകുന്ന സൈന്യം സംഘടിച്ചുകൊണ്ട് ജബലുർ റുമാത്തിന്റെ ഭാഗത്തുകൂടെ പിൻഭാഗത്തുകൂടെ അകത്തേക്ക് കടന്നു വന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള സൈന്യം യുദ്ധം കഴിഞ്ഞു എന്ന് വിചാരിച്ചു നിൽക്കുകയാണ്. കുറെ ആളുകൾ വിശ്രമിക്കുകയാണ്, കുറെ ആളുകൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്, കുറെ ആളുകൾ യുദ്ധാനന്തര സ്വത്ത് സമാഹരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി സൈന്യം വന്ന് കയറുന്നത്. ഫഖദ് ഖതലുൽ യമാൻ, ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങളുടെ പിതാവാകുന്ന യമാനിനെ കൊന്നുകളഞ്ഞു. ഇതിലാരാണ് ശത്രുമിത്രമെന്ന് തിരിയാത്ത വിധം ഇടയിലേക്ക് എതിരാളികൾ കയറിപ്പോയി. وفقدوا اتصالهم بالرسول, ഹബീബാകുന്ന നേതാവിന്റെ പൊസിഷൻ എവിടെയാണെന്നറിയാതെ ഹബീബുമായി ബന്ധപ്പെട്ട് മെസ്സേജ് സ്വീകരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ നഷ്ടപ്പെട്ടു പോയി. وصار المشركون يقتلون كل من يلقونه من المسلمين, കിട്ടിയ മുസ്ലിമീങ്ങളെ മുഴുവനും അവർ വെട്ടിനിരത്താൻ തുടങ്ങി. വസ്തതാഉൽ ഖുലൂസ ഖരീബൻ മിനൻ നബി, ലോക നേതാവിന്റെ അടുക്കലേക്ക് അവരടുക്കാനായി. ഫറമൗഹു ബിഹജരിൻ, ഹബീബായ നബി തങ്ങളെ അവര് കല്ലെടുത്തെറിഞ്ഞു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂക്കിന് പരിക്കുപറ്റി, അവിടുത്തെ പല്ലിന് മുറിവ് പറ്റി. ഹബീബിന്റെ മുഖത്ത് ഫാസ്തലഹു വതഫജ്ജറ അദ്ദമു മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കല്ല് വന്ന് വീണിട്ട് മൂക്കിന് പരിക്ക് പറ്റി, മുഖത്തിന് മുറിവ് പറ്റി. അവിടുത്തെ പല്ല് അതാ ഷഹീദായി മുഖത്ത് നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി. കൈഫ യഫ്ലഉ ഖൗമൻ ശജ്ജൂ നബിയഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിക്കേൽപ്പിച്ച് പല്ല് ഷഹീദാക്കിയ ആളുകൾ അവര് രക്ഷപ്പെടുമോ? ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിച്ചവർക്കെതിരെയുള്ള ഖഡ്ഗം പോലെയുള്ള ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പരിക്ക് പറ്റിയിട്ട് പല്ല് ഷഹീദായി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഒരു സ്വലാത്ത് മദീനയിലേക്ക് ഇപ്പൊ ചെല്ലാമല്ലോ. ഹബീബ് നമ്മുടെ കയ്യിൽ ഈ ദീന് തരാനാണ് കഷ്ടപ്പെട്ടത്, അവിടുത്തെ പല്ല് ഷഹീദായത്. അതുകൊണ്ടൊരു സ്വലാത്ത് നമുക്ക് ചൊല്ലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خير خلق الله. حبيب صلى الله عليه وسلم إنك أديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل الله حق جهاده. ഓ നബിയേ, അവിടുന്ന് വേണ്ടതുപോലെ അധ്വാനിച്ചിട്ട് ഞങ്ങളുടെ കയ്യിലേക്ക് മതം തന്ന നബിയേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയതിൽ
വിട്ടുവീഴ്ചയ്ക്ക് ശുപാർശ ചെയ്യണം നബിയേ. മുഅ്മിനീങ്ങളെ, ഹബീബ് സഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഹബീബ് കുഴഞ്ഞുപോയിട്ട് കയറാൻ കഴിയുന്നില്ല, ക്ഷീണിച്ചുപോയി. ഉഹദ് മലയുടെ ഒരു ചെരുവിൽ നിന്ന് ഒരു പാറയുടെ മേലേക്ക് കാലെടുത്തു വെച്ച് ഉയർന്ന സ്ഥലത്തേക്ക് കയറിന്ന് വേണ്ടത് ചെയ്യാൻ നോക്കുമ്പോ ഹബീബ് കുഴഞ്ഞുപോയി. ഉടനെ തൽഹത്ത് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് വീഴല്ലേ നബിയേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ താങ്ങിക്കൊടുക്കുന്നു. ഹബീബിനെ ഏറ്റെടുത്ത് മെല്ലെ ഇരിക്കേണ്ട സ്ഥലത്തേക്ക് ആക്കിക്കൊടുത്തു. ഹബീബ് അവിടെ ഇരുന്ന് രംഗം വീക്ഷിക്കുകയാണ്. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വിളിക്കൂ തൽഹത്തെ, നമ്മുടെ സ്വഹാബികളെ വിളിക്കൂ, എല്ലാവരും വരട്ടെ. തൽഹത്ത് റളിയല്ലാഹു അൻഹു നല്ല ശബ്ദത്തിലങ്ങ് വിളിച്ചു, എല്ലാവരും വരൂ, ഹബീബ് ഇവിടെയുണ്ട്, റസൂലുള്ളാഹി ഇവിടെയുണ്ട്. സ്വഹാബത്ത് കേട്ടവരൊക്കെ വരാൻ തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൽഹത്തിന്റെ ശബ്ദമാണ്